വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ഞാൻ നമ്മുടെ പ്രവീൺ ചേട്ടനെ വെൽക്കം ചെയ്യുന്നു. പ്രവീൺ ചേട്ടൻ നല്ലൊരു കൈയടി എടുത്ത് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ മിക്ക സന്ദർഭങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടാസ്ക്കാണ് വോട്ട് ഓഫ് താങ്ക്സ്. കാരണം ആ പരിപാടി എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ബാക്കി പരിപാടിക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കിന്ന് ഉറപ്പാണ്, ഇന്നത്തെ ഈ ദിവസം നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് ഈ വോട്ട് ഓഫ് താങ്ക്സ്. കാരണം നമ്മൾ അത്രയും ഇൻവോൾവ്ഡ് ആണ് ഇന്നിവിടെ, അത്രയും നമ്മളിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു എഫേർട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ താങ്ക് യു all of you who come together here to celebrate our Christmas and New Year celebration. When more people come together, we gain not just numbers, but strength, skill, and shared purpose. പറയാം. സോ ബേസിക്കലി പൊളിറ്റിക്സ് ചില സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ പൊളിറ്റിക്സ്. ബട്ട് ഇറ്റ് ക്രിയേറ്റ് ലീഡേഴ്സ്, ഇറ്റ് ഷേപ്സ് ദ വേൾഡ്. സോ അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളുടെ HMAയുടെ പ്രസിഡന്റ് സൈജു ചേട്ടൻ ഇന്ന് എല്ലാവരും കണ്ടതാണ്. ഇന്ന് ഈവനിങ്ങിൽ സാന്താക്ലോസ് ഇവിടെ കേക്ക് മുറിച്ച സമയത്ത് ഒരു കാരണവുമില്ലാതെ ആ കത്തിയുടെ ഇടയിൽ കൊണ്ട് കൈമുറിച്ച്, എന്നിട്ട് ആ കയ്യിലൊരു വലിയ ബാൻഡേജും കെട്ടിപ്പിടിച്ച് ഇതിലേപ്പോൾ എല്ലാവരുടെ അറ്റൻഷൻ നോക്കി നടന്നൊരു ചേട്ടൻ. സി, വി ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മുടെ സെക്രട്ടറി വിഷ്ണു, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആവശ്യമുള്ളതിനാണെങ്കിലും ഇല്ലാത്തതിനാണെങ്കിലും അവൻ ഭയങ്കര തിരക്കാം. എല്ലാ പരിപാടികളിലും കമ്മ്യൂണിറ്റി, നമ്മൾ അറിയാവുന്ന പരിപാടികളാണെങ്കിലും അല്ലാത്ത പരിപാടികൾക്കാണെങ്കിലും എവിടെയും പോയി തലയിടുന്നൊരു വ്യക്തിയാണ് നമ്മളുടെ സെക്രട്ടറി. സി, വി ക്രിയേറ്റഡ് അനദർ ടാലൻറ്റ്. സോ വിഷ്ണു, അതേപോലെ നേരത്തെ എന്നോട് ഇപ്പോൾ ഇവിടുന്ന് ഓഡിയൻസിന് വിളിച്ചു പറഞ്ഞ് നമ്മുടെ നോബി എന്നോട് നേരത്തെ ഒരു കാര്യം ചോദിച്ചു, എടാ നിൻ്റെ ഭാര്യ എന്താണ് ഒരു പേപ്പറും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നടക്കുന്നത്, അവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പം ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഇല്ല അവൾക്ക് വേറെ പണിയൊന്നുമില്ലേ. പക്ഷേ പിന്നെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, സി വി ആർ ക്രിയേറ്റിംഗ് ദം ടു ക്രിയേറ്റ് എ പേപ്പർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് റൂം പൊളിറ്റിക്സ്, നെറ്റ്വർക്കിംഗ്, ഡെവലപ്പിംഗ് സ്കിൽസ്. ഇതൊക്കെയാണ് ആ ഒരു കോർഡിനേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദിൽനയുടെ കൂടെ ഉണ്ടായിരുന്ന കോർഡിനേറ്റ്സ് ആയിട്ടുള്ള നിവ്യ, രജനി ചേച്ചി, ഇവരെല്ലാവരും ദേ ഹാവ് എ പൊളിറ്റിക്സ്, ദേ ബിക്കം ലീഡേഴ്സ്. സോ HMA എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, വി ആർ ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് ലീഡേഴ്സ്. നമ്മളറിയാതെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒത്തിരി സ്കിൽസ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുവാണ്. നാളെ എൻ്റെ ഭാര്യേനെ പോലെ അല്ലെങ്കിൽ ദിവ്യനെ പോലെ നിങ്ങളും ഇതേപോലെ കോർഡിനേറ്റേഴ്സായിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസുകൾ ഇവിടെ നടക്കും. സി, ദാറ്റ് ഈസ് വാട്ട് വി മെന്റ് ഓൾ അബൌട്ട് HMA, ഹേവർ ഹിൽ മലയാളി അസോസിയേഷൻ. പിന്നെ ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഇത്രയും നല്ല പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ കുറേ പ്രോഗ്രാം ചെയ്തു. അതിൻ്റെ അകത്ത് സി, വെറും ഒരു ആങ്കറല്ല, നമുക്ക് പുറത്തുനിന്നൊരു ആങ്കറില്ല, നമ്മുടെ ഇൻ ഹൗസ് ആങ്കറാണ് സോന. എന്നെ ഇന്ന് പരസ്യമായിട്ട് പ്രവീൺ അങ്കിൾ എന്ന് വിളിച്ച്, എന്താണ് സോന ഇത്? അല്ല, പക്ഷെ അവളുടെ ആ സ്കില്ല് ഓരോ സമയത്തും ആ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു പ്രസൻറ്റേഷൻ, അവതരണം, അതേപോലെ ജോജോ, സോ ബ്യൂട്ടിഫുൾ. അത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആ സ്കിൽസ് നമ്മുടെ മുമ്പിലേക്ക് കാണുമ്പോൾ എന്ത് മനോഹരമാണത് കേൾക്കാനും അത് ആസ്വദിക്കാനും. അതേപോലെ ജോജോ, അതേപോലെ അവർക്ക് ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും അവസരം കൊടുത്ത നമ്മുടെ സൗണ്ട് എൻജിനീയേഴ്സ്, താങ്ക് യു. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ സൂപ്പർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇതാ ആ മൂലയിലിരിക്കുന്ന സാൻ, പിന്നെ അതേപോലെ ഡയോനി ചേച്ചി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കില്ല് വേറെ ലെവലാണ്.
ഇതൊക്കെ ഈ നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നൊരു സംഭവമാണ്. ഇതിനു മുമ്പൊന്നും എനിക്ക് അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല അവനൊക്കെ ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യുന്നു. വേറെ ലെവലാണ്. ആ ഒരു സ്കിൽസ് നമ്മുടെ കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, രോമാഞ്ചം. ഞാനിന്ന് അനുഭവിച്ചു. സോ താങ്ക് യു ഫോർ അവർ സൂപ്പർ കോർഡിനേറ്റേഴ്സ്. അതേപോലെ തന്നെ ഈ കോർഡിനേറ്റേഴ്സിൻ്റെ സ്കിൽസ് വരുമ്പോൾ അതിൻ്റെ കൂടെ കോസ്റ്റും ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ LED സ്ക്രീൻ. ഇറ്റ് ഡസൻ കംസ് ചീപ്പ്. അപ്പം ഈ LED സ്ക്രീനിനും അതേപോലുള്ള ബാക്കിയുള്ള ഇതിൻ്റെ പുറകിലുള്ള എക്സ്പെൻസിനും നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ച് ടീമാണ് സ്പോൺസേഴ്സ്. നമ്മൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഓഫർ ചെയ്യും. പക്ഷേ എനിക്കറിയാം ഇതിനൊന്നും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ലെന്ന്. എങ്കിലും നമ്മൾ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കൂടെ ഇഷ്ടംപോലെ സ്പോൺസേഴ്സ് ഉണ്ട്. വിസ റൂട്ട്സ്, കെയർ സർക്കിൾ, നമസ്തേ കേംബ്രിഡ്ജ്, നമ്മുടെ മെഗാ സ്പോൺസേഴ്സ്. ഇവർക്കെല്ലാം HMAയുടെ പേരിൽ ഞാൻ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇതിൻ്റെ ഈ ഇത്രയും ആൾക്കാർ ഒന്നിച്ചു വരിക, അതേപോലെ നമ്മളിവിടെ ഈ സ്റ്റേജിൽ കണ്ട പ്രോഗ്രാം മാത്രമല്ല HMA കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. നമ്മൾ കോഡിങ് ചെയ്തു, അതേപോലെ മലയാളം ക്ലാസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, റിജു അതേപോലെയുള്ള ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ അവരുടെ ഒരു ടാലൻറ്റ്സ് അവർ നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പിന്നെ അതേപോലെ ഫുഡ് നമ്മൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു ഫുഡിൻ്റെ പേരിൽ 2 അസോസിയേഷൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ പേര്. നമ്മൾ കുറേ നാളായിട്ട് നമുക്ക് ഇവൻറ്റിന് ഫുഡ് തരുന്ന ജോമോ ചേട്ടനും ടീമിനും ഞാൻ ഒത്തിരി HMAയുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. ഏറ്റവും മനോഹരമായി നമ്മളുടെ മുമ്പിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ ആ കറേജിനും അവരുടെ ആ ടാലൻറ്റിനും. So let's give them a big round of applause. So once again, I thank you, all of you, for your kindness, your support, and your presence. So I wish you a happy new year. Thank you.